കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം. നിന്നിലൊന്നു ചേരുവാൻ പ്രിയ
യേശുവേ തിരുമുൻപിൽ ഞാനിതാ അണയുന്നു സാദരം ഒരു ഗാനം പാടുവാൻ ഒരു സ്നേഹ സാമ്രാജ്യം ഈ ഭൂവിലുണരാനായി നിന്ദ്യകാരുണ്യം പകരൂ സ്നേഹമേ പ്രിയനാഥ യേശുവേ തിരുമുൻപിൽ ഞാനിതാ അണയുന്നു സാദരം ഒരു ഗാനം പാടുവാൻ. മണിവീണയിൽ സ്വരരാഗമായി മധുഗീതമുണരുമ്പോൾ മണിവീണയിൽ സ്വരരാഗമായി മധുഗീതമുണരുമ്പോൾ നിറയുന്നു എൻ കരളിൽ സ്തുതി സ്തോത്രഗീതകം നിറയുന്നു എൻ കരളിൽ സ്തുതി സ്തോത്രഗീതകം മൃദു സ്നേഹ കീർത്തനം പ്രിയനാഥ യേശുവേ തിരുമുൻപിൽ ഞാനിതാ അണയുന്നു സാദരം ഒരു ഗാനം പാടുവാൻ ഒരു സ്നേഹ സാമ്രാജ്യം ഈ ഭൂവിലുണരാനാ നിന്ദ്യകാരുണ്യം പകരൂ സ്നേഹമേ പകരൂ സ്നേഹമേ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിൻ്റെ സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സാന്നിധ്യവും ഇത് കാണുകയും കേൾക്കുകയും ഞാൻ സകല മക്കളോടും കൂടി ഉണ്ടാകട്ടെ. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ദൈവവചനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഈശോയുടെ ഈ സാക്ഷ്യം വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ദൈവവചനത്തെ സ്വീകരിക്കുകയും അത് ശ്രവിക്കുകയും അത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് പരിശുദ്ധ കന്യക. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എലിസബത്ത് എന്ന തൻ്റെ ഇളയമ്മ സാക്ഷ്യപ്പെടുന്നിങ്ങനെയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുണ്ടായ ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്. പുതിയ നിയമത്തിൽ സുവിശേഷത്തിൽ ആദ്യമായി പരിശുദ്ധ കന്യക മറിയത്തെ കർത്താവിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ എലിസബത്താണ്.
പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയും സാന്നിധ്യവും വ്യക്തി ജീവിതത്തിൽ നിരന്തരമായി അനുഭവിക്കുകയും ചെയ്ത സുവിശേഷത്തിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ദൈവം എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തെ ഇത്രയേറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാന്യയായി കരുതുകയും ചെയ്യുന്നത്? സുവിശേഷം തന്നെ നമുക്ക് അതിനുത്തരം നൽകുന്നുണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ദൈവദൂതൻ പറഞ്ഞ കർത്താവിൻ്റെ അരുളപ്പാടുകൾ ഗബ്രിയേൽ ദൂതനിലൂടെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ പരിശുദ്ധ അമ്മ യാതൊരു മടിയും കൂടാതെ, സന്ദേഹം കൂടാതെ ദൈവഹിതമാണ് അതെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിൽ തന്നെ തന്നെ സമ്പൂർണമായും ദൈവഹിതത്തിന്, ദൈവവചനത്തിന് സമർപ്പിച്ചു. ദൈവം ഓരോ മനുഷ്യ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ഈശോ വളരെ വ്യക്തതയോടെ പഠിപ്പിക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഈശോയെ ഏറ്റവും അധികം സ്നേഹിച്ച പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ജീവിതത്തിലുടനീളം വചനം അനുസരിക്കുവാൻ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ മത്തായി, മർക്കോസ്, ലൂക്ക സുവിശേഷകന്മാർ ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നത് ഈശോ അമ്മയുടെ മഹത്വം പ്രകീർത്തിക്കുന്നത് ദൈവവചനം ശ്രവിക്കുകയും സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും എന്ന് ഈശോ തന്നെ സാക്ഷ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു വാക്ക് സുവിശേഷത്തിൻ്റെ മുഴുവൻ സാരാംശത്തെയും വെളിപ്പെടുത്തുന്നുണ്ട്. സുവിശേഷം മുഴുവൻ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് കർത്താവ് പറയുന്നത് അനുസരിക്കാനാണ്. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന് പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വീട്ടിൽ ആ വീട്ടിൽ പരിചാരകരായി നിന്ന ആളുകളോട് പറഞ്ഞു. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ, അനുസരിക്കുവിൻ എന്ന ആ വാക്ക് ഇന്നും പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നുണ്ട്. ലോകത്തിലേതെല്ലാം സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മ ഏറെ പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുള്ള കാര്യം ദൈവവചനം വായിക്കുകയും ദൈവവചനം ശ്രവിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ അടുത്ത നാളുകളിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ ഇടപെടലിനാൽ രണ്ടാമതും മെഡ്ജുഗോറിയ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മ നിരന്തരം തൻ്റെ സാന്നിധ്യവും ദർശനവും നൽകുന്ന ആ സ്ഥലത്ത് പോകുവാൻ ഇടയായി. അവിടെ പരിശുദ്ധ അമ്മ
ലോകം മുഴുവനുള്ള സകല വിശ്വാസികളോടും ആഹ്വാനം ചെയ്യുന്നത് സുവിശേഷത്തിന് അനുസൃതമായ ഒരു ജീവിതം നയിക്കുവാൻ സ്വർഗം നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. തൻ്റെ പുത്രൻ രക്ഷകനായ മിശിഹ നിങ്ങളോട് പറയുന്നത് അനുസരിക്കണം എന്നാണ് പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടത്. ഈശോ പറയുന്നത് ആര് അനുസരിക്കുന്നുവോ അവനും അവളും സ്വർഗത്തിന് പ്രിയപ്പെട്ടവരാണ്. അപ്പസ്തലന്മാരുടെ പ്രവർത്തികളിൽ 1-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവരെല്ലാവരും മാളിക മുറിയിൽ പരിശുദ്ധ അമ്മയോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പരിശുദ്ധ അമ്മ ദർശനം നൽകിയിട്ടുള്ള ഫാത്തിമയിലും ലൂർദിലും മെക്സിക്കോയിലെ ഗോദലുപ്പയിലും ബോസ്നിയയിലെ മെഡ്ജുഗോറിയയിലും ഒരുപോലെ ആ ദർശകരോട് ആവശ്യപ്പെട്ടത് ലോകം മുഴുവൻ്റെയും മാനസാന്തരത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പരിശുദ്ധമേ എവിടെയൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അവിടെയെല്ലാം പ്രാർത്ഥനയിലേക്ക്, ദൈവവുമായുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്ക് തൻ്റെ മക്കളെ അമ്മ ക്ഷണിക്കുന്നുണ്ട്. ഞാനും നീയും പ്രാർത്ഥിക്കുന്നവരാകണം, ദൈവവുമായി ബന്ധമുള്ളവരാകണം എന്ന് അമ്മയിലൂടെ സ്വർഗം നമ്മോട് ഈ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ്. എന്നെ ശ്രവിക്കുന്ന, ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്ന അനേകം മക്കൾ വ്യക്തിപരമായും കുടുംബപരമായും കൂട്ടായ്മയിലും ധാരാളം ജപമാല ചൊല്ലുന്നവരാണ്. ചില വൈദികർ എന്നോട് വ്യക്തിപരമായിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഞാൻ ഓർക്കുന്നു. അവർ നിരന്തരമായി ജപമാല ചൊല്ലുന്നത് കൊണ്ട് പാപ സാഹചര്യങ്ങളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ അവർക്ക് സാധിക്കുന്നു. എന്നാൽ മറ്റ് ചില വ്യക്തികൾ അവർ പങ്കുവെക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് പ്രലോഭനങ്ങളെ, പാപ സാഹചര്യങ്ങളെ ചെറുത്തു നിൽക്കുവാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് പാപ സാഹചര്യങ്ങളെ, പ്രലോഭനങ്ങളെ ചെറുത്തു നിൽക്കാൻ പറ്റാത്തത്? ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് ഈശോ തന്നെ നമ്മോട് പറയുന്നുണ്ട്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കണമെന്ന്. നാം പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ് പാപ സാഹചര്യങ്ങളെ, ദുഷ്ടാരൂപികളെ നമുക്ക് ജയിക്കാൻ പറ്റാതെ പോകുന്നത്. ഈ ലോകത്തിൽ അനേക വിശുദ്ധാത്മാക്കളുടെ ജീവിതം നമ്മൾ പഠിച്ചാൽ, പരിശോധിച്ചാൽ അവരെല്ലാവരും നിരന്തരമായ പ്രാർത്ഥനയുടെ മനുഷ്യരായിരുന്നു എന്ന് കാണാം. സുവിശേഷം മുഴുവൻ പരിശോധിക്കുമ്പോഴും കാണാം ഈശോ അനേക സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്. യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞ് 40 ദിനരാത്രങ്ങൾ ഈശോ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിച്ചുകൂട്ടി. തുടർന്നുള്ള ഈശോയുടെ ജീവിതം സുവിശേഷങ്ങളിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ അതിരാവിലെയും നട്ടുച്ചയ്ക്കും രാത്രി മുഴുവനും ഈശോ പ്രാർത്ഥിച്ചിരുന്നതായി കാണാം. പരിശുദ്ധ അമ്മയും തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തിയ സ്ഥലങ്ങളിലെല്ലാം നിരന്തരം ആവശ്യപ്പെടുന്നത്, നിങ്ങൾ കൂടുതൽ
പ്രാർത്ഥിക്കുന്നവരാവുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ദൈവസ്വരം കേൾക്കുവാൻ സാധിക്കൂ. ദൈവസ്വരം കേൾക്കുന്ന മനുഷ്യന് അതനുസരിക്കാനുള്ള കൃപയും അഭിഷേകവും പ്രാർത്ഥനയിലൂടെ ലഭിക്കും. പരിശുദ്ധ അമ്മയും നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നുവെന്ന് സുവിശേഷങ്ങളിൽ പറയാതെ പറഞ്ഞു വച്ചിട്ടുണ്ട്. ലൂക്കാസ് സുവിശേഷത്തിലാണ് പരിശുദ്ധ അമ്മയുടെ മാഗ്നിഫിക്കാത്ത് മഹത്വ കീർത്തനം നമ്മൾ കാണുക. പരിശുദ്ധ അമ്മ ആദ്യം ഉരുവിടുന്ന വാക്ക് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന വാക്കാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവവചനത്തിന് മാംസരൂപം നൽകിക്കൊണ്ടിരിക്കെ അമ്മ ഉച്ചത്തിൽ പ്രകീർത്തിക്കുകയാണ്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇത് അമ്മയുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ശ്രദ്ധാപൂർവം നമ്മൾ നിരീക്ഷിച്ചാൽ കാണാം. കുരിശിൻ്റെ ചുവട്ടിലും അമ്മയ്ക്ക് തൻ്റെ പുത്രനെ നോക്കി പറയാനുള്ളത് ഇത് തന്നെയാണ്. കാരണം ഇത് ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികൾ പരിശുദ്ധ അമ്മയും കർത്താവായ യേശുവുമാണ്. ആ സഹനത്തിൻ്റെ വേദനയുടെ നിമിഷങ്ങളിൽ തൻ്റെ പുത്രനോടൊത്ത് ആ കുരിശിൻ്റെ ചുവട്ടിലായിരുന്ന് മറിയം ഹൃദയത്തിൽ ഉരുവിട്ടിട്ടുണ്ട്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന വാക്കുകൾ. കാരണം യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് തൻ്റെ പീഡാസഹനത്തിലൂടെയും കുരിശു മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനാണ് എന്ന സത്യം സ്വർഗം നേരിട്ട് വെളിപ്പെടുത്തലായി നൽകിയത് പരിശുദ്ധ അമ്മയ്ക്കാണ്. ലൂക്കാസ് സുവിശേഷത്തിൽ നാം അതിപ്രകാരം മാലാഖമാരുടെ അരുളപ്പാടുകളിലൂടെ കേൾക്കും, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇത് പരിശുദ്ധ അമ്മയും ആ കേട്ട നിമിഷം മുതൽ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചിട്ടുള്ള കാര്യമാണ്. യേശുക്രിസ്തു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് തന്നെ പരിശുദ്ധ അമ്മയുടെ മറിയത്തിൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ടാണ്. യോഹന്നാൻ സുവിശേഷൻ അതേക്കുറിച്ച് ഇപ്രകാരം സാക്ഷ്യപ്പെടുന്നത് കാണാം. കാനായിലെ കല്യാണ വീട്ടിൽ ഈശോ ചെയ്ത അടയാളം, അല്ലെങ്കിൽ അത്ഭുതം, പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ആദ്യമായി ചെയ്ത അടയാളമാണെന്ന് യോഹന്നാൻ ശ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത് പരിശുദ്ധ അമ്മ തൻ്റെ മകനോട് ആവശ്യപ്പെട്ടിട്ട് പുത്രൻ ചെയ്ത അത്ഭുതമാണ്. ഇന്നും അമ്മയുടെ വാക്കുകൾ ദൈവസന്നിധിയിൽ, പുത്രൻ്റെ സന്നിധിയിൽ വിലയുള്ളതാണ്. നാം എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്നത് അമ്മയുടെ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവനെ പോലും ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം ആര് അനുസരിക്കുന്നുവോ
അവനും അവളും കർത്താവിന് പ്രിയപ്പെട്ടവരാണ്. യോഹന്നാൻ 15:7 നാം ഇങ്ങനെ വായിക്കും: എൻ്റെ വചനം നിങ്ങളിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് നിങ്ങൾ ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ദൈവവചനം മാംസം സ്വീകരിച്ചത്, വചനമാകുന്ന യേശുക്രിസ്തു തൻ്റെ ശരീരം സ്വീകരിച്ചത് പരിശുദ്ധ മറിയത്തിൽ നിന്നാണ്. തൻ്റെ ശരീരത്തിലൊഴുകുന്ന രക്തം യേശുക്രിസ്തു സ്വീകരിച്ചത് മറിയത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ യോഹന്നാൻ രണ്ടാമൻ മാർപ്പാപ്പ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞത്: മറിയം ക്രിസ്തുവിനോടൊത്ത് കാൽവരിയിൽ അന്ന് ക്രൂശിക്കപ്പെട്ടിരുന്നു. അവൾ തൻ്റെ ശരീരവും രക്തവും തൻ്റെ പുത്രന് നൽകിയപ്പോൾ അവളെ തന്നെയാണ് നൽകിയത്. രക്ഷകനായ പുത്രനായ യേശു തൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ചത് അവളിൽ നിന്നാണ്. ദൈവവചനം ആരുടെ അടുക്കലേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്. വചനമാകുന്ന ദൈവം മാംസരൂപം ധരിച്ച ദൈവത്തിൻ്റെ വചനം പുത്രനായ യേശു മിശിഹ തനിക്കേറ്റവും പ്രിയപ്പെട്ടവളായി കണ്ടത് തൻ്റെ അമ്മയെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈശോ കുരിശിൻ ചുവട്ടിൽ തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ അന്ത്യസമ്മാനമായി താൻ സ്നേഹിക്കുന്ന തൻ്റെ ശിഷ്യർക്ക് നൽകിയത്. ആ അമ്മയെ ഈശോയിൽ നിന്ന് ഞാനും നീയും സ്വന്തം അമ്മയായി സ്വീകരിക്കണം. ഈ അമ്മ യേശുക്രിസ്തുവിനെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രിയമുള്ളവനെ എങ്ങനെ വളർത്തിയോ അപ്രകാരം തന്നെ നിന്നെയും എന്നെയും കൈപിടിക്കുകയും വളർത്തുകയും ചെയ്യും. അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. പരിശുദ്ധ അമ്മ നിരന്തരം നിങ്ങളെ സഹായിക്കട്ടെ. വചനമനുസരിക്കുവാൻ, വചനം ജീവിക്കുവാൻ കരുത്ത് പകരട്ടെ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം